ഇന്ത്യയിലെ ഏറ്റവും വലിയ ലുലു മാൾ എവിടെയാണെന്നറിയോ? നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ലുലു മാൾ ഉണ്ടാവും. എല്ലാ ജില്ലകളിലും ഇപ്പോൾ ലുലു മാൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും വലിയ ലുലു മാൾ എവിടെയാണെന്നുള്ളത് ആർക്കും അങ്ങനെ അറിയണ ഒരു കാര്യമല്ല. കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും, അധികം ആൾക്കാരും പോയിട്ടുണ്ടാവും. ഇനി അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഏറ്റവും വലിയ ലുലു മാൾ തിരുവനന്തപുരത്താണ്. അപ്പോൾ ഇത്രയും വലിയൊരു ലുലു മാൾ ആണോ എന്ന ഒരു സംശയം എനിക്കും ഉണ്ടായിരുന്നു. സാധാരണ മറ്റുള്ള ലുലു മാളിനെ അപേക്ഷിച്ചിട്ട് എന്ത് ഒരു സ്പെഷ്യാലിറ്റിയാണ് ഇവിടെ ഉള്ളതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അതിവിടെ വന്നപ്പം അത് മാറി. ഏറ്റവും വലിയ ലുലു മാൾ തന്നെയാണ്. നമ്മൾ മൊത്തത്തിൽ മറ്റുള്ള ലുലു മാളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര ബിഗ്ഗസ്റ്റ് ലുലു മാൾ തന്നെയാണ് കേട്ടോ. ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് ലുലു മാളാണ് ട്രിവാൻഡ്രം. നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഫീല് മനസ്സിലാവും. എല്ലാം ഭയങ്കര വലിപ്പം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഓരോ ഷോറൂം പോലും നമ്മൾ നോക്കുമ്പം മറ്റുള്ള ലുലു മാളിനെ അപേക്ഷിച്ചിട്ട് ഭയങ്കര ഡബിളാണ്, ഇരട്ടിയാണ്, ഭയങ്കര വലിപ്പമാണ്. അപ്പോൾ അത് നമുക്കിവിടെ വന്നിട്ട് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പിന്നെ അതിൻ്റെ ഈ ഒരു വലിപ്പത്തിനനുസരിച്ചിട്ട് തന്നെ ഇവിടെ ജനങ്ങളും ഇഷ്ടം പോലെയുണ്ട്. പിന്നെ ഓഫറുകളാണെങ്കിൽ ഒരുപാട് ഓഫർ ഷോപ്പുകളിൽ ഡ്രസ്സിൻ്റെ, പിന്നെ നമ്മുടെ ബാഗ്, പെട്ടി, ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഐറ്റംസിനും നല്ല അടിപൊളി ഓഫറുകളാണ് ലുലു മാളിൽ കൊടുക്കുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയാൻ പാരഗണാണ്. നമ്മുടെ കോഴിക്കോടിൻ്റെ സ്വന്തം പാരഗണാണ്. ഇതും ഇവരുടെ പാരഗൺ എന്ന് പറഞ്ഞാൽ വലിയൊരു ഹോട്ടലിലുള്ള ആ ഒരു പ്രതീതിയാണ് നമുക്കിവിടെ വന്നിട്ട് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ ഹോട്ടലിലൊക്കെ പോയാൽ ഫുള്ള് കവർ ചെയ്തിട്ടാണല്ലോ. ഇതിപ്പോൾ ഒരു ഓപ്പൺ ഏരിയയിലുള്ള ഒരു വലിയൊരു ഹോട്ടൽ. ഇതിൻ്റെ ഉള്ളിൽ വന്നപ്പം ശരിക്കും അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം ഒരു കല്യാണ വീട്ടിലൊക്കെ വന്നിട്ടുള്ളൊരു പ്രതീതിയാണ്. അത്രയും ജനങ്ങളെ കൊണ്ട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഒരു വലിയൊരു ക്യൂ കണ്ടു. അപ്പോൾ ആ ക്യൂ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ഫുഡ് കഴിക്കണമെങ്കിൽ നമുക്ക് ക്യൂവിൽ നിന്നുകൊണ്ട് ടോക്കൺ എടുക്കണം. ടോക്കൺ എടുത്തതിന് ശേഷം ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ വലിയൊരു ടാസ്ക് തന്നെയാണ്. വിശന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അത്രയും സമയം ഇരിക്കാനുള്ളൊരു ക്ഷമ ഇല്ലാത്തത് കൊണ്ട് അവിടെ കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു. അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മുടെ ടോക്കൻ്റെ ആ ഒരു ടൈം വരുന്നത് വരെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ടോക്കൺ നമുക്ക് കിട്ടിയതിന് ശേഷമാണ് ഈ സീറ്റ് കിട്ടിയിട്ടുള്ളത്. ടോക്കൺ കിട്ടുന്ന ആൾക്കാർക്ക് മാത്രമേ സീറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സീറ്റ് കിട്ടിയപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ നമ്മൾ അടുത്തത് ഇവർ ഫുഡ് വരാൻ വേണ്ടിയിട്ട് വീണ്ടും കുറേ സമയം വെയിറ്റ് ചെയ്യണം. വെയിറ്റിംഗ് 1 മണിക്കൂറൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യാൻ ക്ഷമയുള്ള ആൾക്കാർ മാത്രം പാരഗണിൽ കഴിക്കാൻ വേണ്ടി ട്രൈ ചെയ്താൽ മതി. അത്രയും തിരക്കായിരിക്കും. കാരണം അത്രയും രുചിയുള്ള ഫുഡ്, നമ്മുടെ നാട്ടിലൊക്കെ കഴിക്കണം പോലെയുള്ള ഒരു ഫുഡ്, ഒരു കോഴിക്കോടൻ സ്റ്റൈൽ ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്യണം. പിന്നെ ഇവരുടെ മീൽസ് അടിപൊളി മീൽസാട്ടോ. ഓരോ കറികളും, ഇത്രയും കറികളുണ്ട് ഇവർക്ക്. എത്ര കറികളുണ്ടെന്ന് തന്നെ എനിക്കറിയില്ല. ഏകദേശം ഒരു 15 ഐറ്റംസൊക്കെ ഉണ്ടാവും. പിന്നെ അതൊക്കെ എല്ലാം ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ തിരുവനന്തപുരം മറ്റുള്ള ജില്ലകളിലൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് അവിടുത്തെ ഓരോ സ്റ്റൈലിലുള്ള ഫുഡുകളായിരിക്കും കിട്ടുക. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ നമുക്ക് പാരഗണിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കണം നമ്മുടെ നാട്ടിലുള്ള അതേ ടേസ്റ്റിലുള്ള ബിരിയാണി ആണെങ്കിലും മീൽസ് ആണെങ്കിലും ഫ്രൈഡ് റൈസ് ആണെങ്കിലും ഒക്കെ കിട്ടും. അപ്പോൾ ഞങ്ങളെല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ വീണ്ടും ലുലു മാൾ ഫുള്ള് കാണാനായിട്ട് ഇറങ്ങി. ഇവിടെ ഇപ്പം ഈ ഡ്രസ്സിൻ്റെ കടയിൽ 40% ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ ഫുൾ ബോഡി മസാജ്, ബ്യൂട്ടി പാർലർ, ബോഡി വാഷ് ചെയ്യുന്നിട്ടുള്ള ആ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവരുടെ ഈ സ്പായിൽ വന്നാൽ മതി. നല്ല അടിപൊളി സ്പായാണ്. ഇവിടെയും നല്ല ഡിസ്കൗണ്ടൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് അടിപൊളി ഡ്രസ്സിൻ്റെ ഷോപ്പുകളുണ്ട്. അപ്പോൾ നമുക്കിവിടെ വാലൻറ്റൈൻസ് ഡേയുടെ ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള ഡെക്കറേഷനൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി കോസ്റ്റ്യൂംസൊക്കെ കിട്ടണമെങ്കിൽ നമുക്കിവിടെ
കയറിയാൽ മതി. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങിയതിന് ശേഷം വീണ്ടും ഒരു അട്രാക്ഷനായിട്ട് തോന്നിയിട്ടുള്ളത് ഇവിടെ 2 ട്രീ ഉണ്ട്. ഒരു ഓറഞ്ച് ട്രീയും ഒരു ഗ്രീൻ ട്രീയും. നമ്മളെവിടെയും ഒരു ലുലു മാളിലും കാണാത്ത ഒരു അട്രാക്ഷനാണത്. പിന്നെ ജ്വല്ലറികളാണെങ്കിൽ കല്യാൺ ജ്വല്ലറി, അങ്ങനെ ഒരുപാട് ജ്വല്ലറികളുണ്ട്. പിന്നെ 50%ഉം 40%ഉമായിട്ടുള്ള നല്ലൊരു അടിപൊളി സെയിലാണ് ഈ പെട്ടികളുടെ ഇത് കൊടുക്കുന്നത്. എല്ലാം 50%ഉം 40%ഉം ആണ് കൂടുതലും ഇവർ ഷോപ്പുകളിൽ ഡിസ്കൗണ്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഏരിയയൊക്കെ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട്. പിന്നെ ഡ്രസ്സിൻ്റെ ഷോപ്പുകളാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇനി ടൈം വേസ്റ്റ് ആക്കാനില്ലാത്തതുകൊണ്ട് ആ ഒരു ഏരിയയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇത് മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. ഏറ്റവും ടോപ്പിലാണ് കുട്ടികളുടെ സെക്ഷൻ വരുന്നത്, അവർക്ക് കളിക്കാനൊക്കെ ഉള്ള. അപ്പോൾ ഇത്രയും ഒരു ബിഗ്ഗസ്റ്റ് ലുലു മാൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ അവിടെ ഏറ്റവും ടോപ്പിലും ഇവരുടെ ഈ പെട്ടികളുടെയൊക്കെ ഡിസ്കൗണ്ട് സെയിലുണ്ട്. ഇതെല്ലാ ഫ്ലോറിലും അവരുടെ ഒരു ബാഗ്, പെട്ടി, ഇങ്ങനെയൊക്കെയുള്ള സാധനത്തിൻ്റെയൊക്കെ ഡിസ്കൗണ്ട് സെയിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടോപ്പിലെത്തി. ഇനി ഇവിടെ നമുക്ക് ഇവിടെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ അവിടെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമുക്ക് കുട്ടികളെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് റൈഡുകളുണ്ട്. മറ്റുള്ള ലുലു മാളുകളിൽ ഇല്ലാത്ത ഒരുപാട് റൈഡുകൾ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മൾ സമയം എടുത്തിട്ട് വേണം ഇവിടെ വരാൻ. അപ്പോൾ ഹൈസ മോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയുള്ളൊരു റൈഡിൽ കയറുന്നത്. അപ്പോൾ മോൾ ശരിക്ക് എൻജോയ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഭയങ്കര പേടിയായിരുന്നു. പിന്നീട് മറ്റേ ഈ റാണിമാരിരിക്കണ അതിൽ മാത്രം ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതിലിരുത്തിയപ്പം ഭയങ്കര ഹാപ്പിയായി. പിന്നെ ബാക്കിയുള്ള റൈഡുകളൊക്കെ ഓൾമോസ്റ്റ് മറ്റുള്ള ലുലു മാളിലുള്ളത് തന്നെയാണ്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കുറേ റൈഡുകൾ ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റൈഡുകളിൽ കയറാനും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനും. ഇനിയിപ്പോൾ സ്കൂൾ വെക്കേഷനൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ലുലു മാൾ കാണാത്ത ആൾക്കാർ നമ്മൾ വീഡിയോസ് കാണുന്നതിനെക്കാട്ടിയും ഏറ്റവും ബെറ്റർ നേരിട്ട് പോകുന്നത് തന്നെയായിരിക്കും. അപ്പോൾ മറ്റുള്ള ജില്ലകളിലുള്ള ആൾക്കാർക്കൊക്കെ തിരുവനന്തപുരത്തേക്ക് പോകണമെങ്കിൽ വെക്കേഷന് നിങ്ങൾക്ക് പോകാനുള്ളൊരു ടൂറായിട്ടുണ്ട്. അപ്പോൾ ടൂറായിട്ട് നിങ്ങൾക്ക് കുട്ടികളെയും കൊണ്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഹോക്കി അങ്ങനെയുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഗെയിംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മളിവിടുന്ന് സാധാരണ എല്ലാ ലുലു മാളിൽ നിന്നും എടുക്കുന്നത് പോലുള്ള കാർഡാണ് ഇവിടെയും എടുത്തിട്ടുള്ളത്. ആ കാർഡ് വെച്ചിട്ട് നമുക്ക് സ്വൈപ്പ് ചെയ്തിട്ട് എല്ലാ റൈഡിലും കയറാൻ പറ്റും. അതെല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയുന്ന കാര്യമാണെന്ന് തോന്നുന്നു. ഇനിയിപ്പം തീരെ ലുലു മാളൊന്നും പോവാത്ത ആൾക്കാരുണ്ടെങ്കിൽ കാർഡ് വെച്ചിട്ട് നിങ്ങൾക്കിതിലേക്ക് കയറാം. നമുക്ക് കുട്ടികളെയും കൊണ്ട് റൈഡിന് വരാനും പിന്നെ ഒരു ലോ ബഡ്ജറ്റിൽ ഒരു ടൂറ് അറേഞ്ച് ചെയ്യണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഫുഡിൻ്റെ കാര്യം മാത്രം നമ്മൾ കഴിക്കണ സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ പാരഗൺ പോലെയുള്ള അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് അതായത് കുറച്ച് ബഡ്ജറ്റ് കമ്മിയായിട്ടുള്ള രീതിയിലുള്ള അങ്ങനെ കഴിക്കണമെന്നുണ്ട് അത് മാത്രം ഒന്ന് സെലക്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിലൊക്കെ ഒരു നല്ലൊരു അടിപൊളി ടൂറായിരിക്കും ഇത്. പിന്നെ ഇത് മറ്റൊരു റൈഡാണ്. റൈഡുകൾ പിന്നെ കുട്ടികൾക്ക് മാത്രം ഓൾമോസ്റ്റ് എല്ലാ ലുലു മാളിലും പേടിയുണ്ടെങ്കിൽ നമുക്ക് വലിയ ആൾക്കാർക്ക് കൂടെ ഷെയർ ചെയ്തിരിക്കാൻ പറ്റും. അപ്പോൾ അതിന് ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ പേയ്മെൻറ്റിൽ വരുന്നത്. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കുട്ടികൾക്കാണെങ്കിൽ ചെറിയ എമൗണ്ട്, വലിയ ആൾക്കാർക്ക് അത് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് എമൗണ്ട് ആഡ് ചെയ്താൽ മതി. പിന്നെ 2-3 കുട്ടികളൊക്കെ ഒരുമിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ അങ്ങനെയും അവർക്കും ഷെയർ ചെയ്തിട്ട് റൈഡ് ചെയ്യാൻ പറ്റും. അതിലും ക്യാഷിൽ കുറച്ച് ഇളവുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് റൈഡൊക്കെ ചെയ്ത് പിന്നെ നല്ല ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്ത് ഈ വെക്കേഷന് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് പ്ലേസ് തന്നെയാണ് ഈ ബിഗ്ഗസ്റ്റ് ലുലു മാൾ. അപ്പോൾ മറ്റുള്ള ലുലു മാളിൽ അപേക്ഷിച്ചിട്ട് നമുക്ക് ഇവിടെ എല്ലാം ഒരു വെറൈറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്. റൈഡിലാണെങ്കിലും
നമ്മുടെ ഡിസ്കൗണ്ട് സെയിലാണെങ്കിലും പർച്ചേസ് ചെയ്യുന്ന കാര്യത്തിലെല്ലാം ഒരു വ്യത്യസ്തത ഉണ്ട്. അപ്പോൾ ബിഗ്ഗസ്റ്റ് ലുലു മാൾ കാണാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ഈ വെക്കേഷൻ വരുമ്പോൾ കുട്ടികളുടെ എക്സാമൊക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്ത് വെക്കേഷൻ വരുന്ന സമയത്ത് എല്ലാവരും ലുലു മാളിൽ പോയിട്ട് കാണാം. പിന്നെ കുട്ടികളുടെ സെക്ഷനിലാണ് ഏറ്റവും രസകരമായിട്ടുള്ള റൈഡുകളൊക്കെ ഉള്ളത്. ശരിക്കും ഈ ഒരു ഗെയിമിൻ്റെ ഇതിലേക്ക് ഈ സെക്ഷനിലേക്ക് നമുക്ക് കടക്കുമ്പം തന്നെ ഒരു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു അട്രാക്ഷനാണ്. ഇവരുടെ ലൈറ്റിങ്ങും ബാക്കിയുള്ള സെറ്റ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഭയങ്കര രസമാണ്. പിന്നെ ചില ഫൺ ഗെയിമുകളിലൊക്കെ നമുക്ക് വിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസസും ഉണ്ട്. അപ്പോൾ അതും ഭയങ്കര രസമാണ്. കുട്ടികൾക്ക് ഇവിടെ ഗെയിം കളിക്കാനും അത് ഗെയിം കളിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രൈസൊക്കെ ഏൺ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെക്കേഷൻ നല്ല രീതിയിൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബിഗ്ഗസ്റ്റ് ലുലു മാൾ സെലക്ട് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത്രയും നല്ല ബെനിഫിറ്റ് കിട്ടും ഈ ഒരു ലുലു മാളിൽ. ഒരു വെറൈറ്റി ആയിട്ടുള്ള മറ്റുള്ള ഇതിൽ കാണാത്ത കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഈ റൈഡിൽ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ കുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫാമിലിക്ക് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ നമുക്കിവിടെ ഒരു ഓപ്ഷണലായിട്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെ നമുക്ക് റൈഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഒരു സെക്ഷനുണ്ട്, ഒരു വെയിറ്റ് ചെയ്യുന്നൊരു സെക്ഷനാണ്. അവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാം. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇത് അവരുടെ നമ്മളെ ഈ ഹോക്കി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉള്ളൊരു ഗെയിമിൻ്റെ ഒരു കോർണറാണ്. ഓരോന്നിനും ഓരോ കളേഴ്സാണ്, ഒരു ഡിഫറെൻറ്റ് കളേഴ്സാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഒരു ഫുള്ളൊരു ഗ്രീൻ മെത്തേഡായിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ നമ്മളത് ഈ ഇതിൻ്റെ അപ്പുറം തന്നെ ഓരോ സെക്ഷനായിട്ടുണ്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട്. അവിടെ നമുക്ക് ഈ ഗെയിംസൊക്കെ കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബേക്കറി ഉണ്ട്, സ്നാക്സൊക്കെ ഉള്ള നല്ല അടിപൊളി സ്നാക്സുള്ള. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വാങ്ങിയിട്ട് ഈ ഒരു ഷെൽട്ടർ പോലെയുള്ളതാണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് നമുക്ക് സ്നാക്സൊക്കെ കഴിച്ചിട്ട് റിലാക്സ് ചെയ്യാം, നന്നായിട്ട് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് ഈ വെക്കേഷൻ നിങ്ങളെല്ലാവരും ഈ ബിഗ്ഗസ്റ്റ് ലുലു മാളിൽ കാണാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. നല്ല അടിപൊളി റൈഡും അടിപൊളി ഓഫേഴ്സും ഒക്കെ ആയിട്ടൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക്. എന്തായാലും ലോങ് ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും ബിഗ്ഗസ്റ്റ് ലുലു മാൾ കാണാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമാവില്ല. പിന്നെ തിരുവനന്തപുരം സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലുലു മാൾ മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ടാവും. അപ്പം ലുലു മാൾ മാത്രം കണ്ടിട്ട് ഒരു സമയം വേസ്റ്റായിപ്പോയി, അല്ലെങ്കിൽ ലുലു മാൾ കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ടൂറ് മോശമായിട്ട് അങ്ങനെയൊന്നും ഒരു ഫീലൊന്നും ചെയ്യേണ്ട. ഇഷ്ടം പോലെ സ്ഥലങ്ങൾ, ഒരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസും തന്നെയാണ്. അപ്പോൾ ഒരുപാട് പ്ലേസസ് ഉണ്ട്. കോവളം ബീച്ചുണ്ട്, ഒരുപാട് പാർക്കുകളുണ്ട്, ഒരുപാട് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ ലുലു മാളിൽ നമ്മൾ വരികയാണെങ്കിൽ രാവിലെ വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നമുക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാ റൈഡുകളിൽ കയറാനും പർച്ചേസ് ചെയ്യാനും ഫുള്ളായിട്ട് നമുക്ക് നടന്ന് കാണാനും ഒക്കെ ടൈമുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സമയം പോകുന്നതേ അറിയില്ല. ചില ആൾക്കാർ ഭക്ഷണമൊക്കെ കഴിച്ച് റൈഡിലൊക്കെ കയറി എൻജോയ് ചെയ്തതിന് ശേഷം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഷെൽട്ടർ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ ഉറങ്ങുന്ന ആൾക്കാരുണ്ട്, റിലാക്സ് ചെയ്തിരുന്ന് ഗെയിമുകൾ കളിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ നമുക്ക് ശരിക്കും ഒരു നല്ലൊരു റെസ്റ്റിംഗ് പ്ലേസും കൂടെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് കമൻസിൽ എന്തെങ്കിലും പോരായ്ക ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻസിൽ അറിയിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.
കാസുപൂത്തിലെ ഒന്ന് കാണാൻ കീഴില ചോളം കൊച്ചേ തെളി തെളി പാടുപൂത്തിലെ കാസുപൂത്തിലെ ഒന്നും കാണാൻ കേളില്ല.